പാലക്കാട് എടുത്തു ഞങ്ങൾ 18,000 വോട്ടിന് ജയിച്ച സീറ്റാണ് ബൈ-ഇലക്ഷൻ. രണ്ടാം സ്ഥാനത്ത് BJP ആയിരുന്നു. പരിതാപകരമായ മൂന്നാം സ്ഥാനത്തായിരുന്നു. അവിടെ ഏറ്റവും ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി UDF-ന് കിട്ടേണ്ട വോട്ട് സ്പ്ലിറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് LDF ചെയ്യുന്നത്. അവിടെ ചെന്നാൽ വ്യക്തമാണ്. എനിക്ക് പാലക്കാട് കൈവെള്ളയിൽ എന്ന പോലെ അറിയാവുന്ന സീറ്റാണ്. ഞാനവിടെ ഒരു മാസം നിന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയ ആളാണ്. ഓരോ മണ്ഡലവും ഓരോ ബൂത്തും കൃത്യമായിട്ട് അറിയാം. മനഃപൂർവ്വമായി BJP-യെ ജയിപ്പിക്കാൻ വേണ്ടി ഫീൽഡ് ജയിപ്പിക്കുന്ന സ്ഥാനാർത്ഥി. അതിന് പകരം ഇവർ തമ്മിലൊരു കച്ചവടമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതിന് കോൺഗ്രസിനെ നാണം കെട്ട പാർട്ടി എന്നാണ് രാജീവ് ചന്ദ്രശേഖർ വിശേഷിപ്പിച്ചത്. അത് അദ്ദേഹത്തെ പോലത്തെ ഒരാൾ പറയാൻ പാടില്ല. കാരണം കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയാണ്. പാർലമെന്റിലെ ഏറ്റവും വലിയ പ്രതിപക്ഷമാണ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന പാർട്ടിയാണ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നാണം കെട്ട പാർട്ടി എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം അറിയില്ല, രാഷ്ട്രീയം അറിയില്ലാത്തതുകൊണ്ടാണ്. അദ്ദേഹം ബിസിനസ്സുകാരനാണ്. ആകാശത്ത് നിന്ന് നൂല് കെട്ടി കേരളത്തിൽ ഇറക്കിയതാണ് BJP. 3 പ്രാവശ്യം അദ്ദേഹം രാജ്യസഭാ അംഗമായപ്പോഴും BJP ടിക്കറ്റിലല്ല ജയിച്ചത്. എന്നെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കുന്നു. ഞാൻ സാധാരണ വ്യക്തിപരമായ ആരോപണങ്ങൾ പറയുന്ന ഒരാളല്ല. പക്ഷെ എന്റെ പ്രസ്ഥാനത്തെ നാണം കെട്ട പാർട്ടി എന്ന് ഒരു BJP-ക്കാരെ വിശേഷിപ്പിച്ചാൽ ഞാനതിന് മറുപടി പറഞ്ഞിരിക്കും. ആകാശത്ത് നിന്ന് നൂലിൽ കെട്ടിയിറക്കിയ ബിസിനസ്സുകാരൻ ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കണ്ട. അതാണ് എന്റെ മറുപടി. ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കണ്ട. ഞങ്ങൾ ഈ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കണ്ട. രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് രാഷ്ട്രീയം പഠിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് ആർക്കുമില്ല, കേരളത്തിൽ ഒരാൾക്കും. അതാണ് എനിക്കുള്ള മറുപടി. അതിപ്പോ നിങ്ങളോട് പറയുന്നത് ഞങ്ങൾക്കറിയാം. ഞങ്ങളവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ 10 സീറ്റുകളിൽ CPM ദുർബലമായ അവസ്ഥയിലായതുകൊണ്ട് അവരെ ജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ എറണാകുളം ജില്ലയിലെ കിഴക്ക് ഭാഗത്ത് മാത്രമുള്ള ഈ 2020 എവിടേക്കാണ് കൊണ്ട് സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നത്? ഇന്ത്യയിലെ ചില ദുർബലരായ ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുത്തിരിക്കുകയാണ്. പല സ്ഥലത്തും CPM സ്ഥാനാർത്ഥികളെ പരസ്പരമുള്ള കൈമാറലാണ്. ഇന്നലെ മുഖ്യമന്ത്രിയും പറഞ്ഞു രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് BJP-യുടെ B ടീമാണ്. ഇന്ത്യയിൽ പിണറായി വിജയൻ അല്ലാതെ ഒരാളും പറയില്ല. കാരണം ഈ BJP-ക്കെതിരായും വർഗീയതയ്ക്കെതിരായും സംഘപരിവാറിനെതിരായും സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് ആർക്കാണ് ഇന്ത്യയിൽ അറിയാൻ പാടാത്തത്? രാഹുൽ ഗാന്ധിയുടെ ശത്രുക്കൾ പോലും പറയോ അങ്ങനെ അദ്ദേഹം പോരാട്ടം നടത്തുന്നില്ല. അദ്ദേഹത്തെ ഇല്ലാതാക്കാനാണ് BJP ശ്രമിക്കുന്നത്. പാർലമെന്റിനകത്തും പുറത്തും അദ്ദേഹത്തിനെതിരായിട്ടുള്ള അതിശക്തമായ ആക്രമണമാണ് അവർ അയച്ചുവിടുന്നത്. അവരുമായിട്ട് നിന്നുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടമാണ് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നത്. ഇവിടെ ഇന്ത്യയിലെ എല്ലാ ഇവിടെ തകർന്നു വീഴാത്ത പാലാരിവട്ടം പാലത്തിന്റെ പേരിൽ ഇബ്രാഹിം കുഞ്ഞിനെ ജയിലിലടക്കാൻ നോക്കിയതാണ്. തകർന്നു വീഴാത്ത പാലാരിവട്ടം പാലത്തിന്റെ പേരിൽ 150ഓളം സ്ഥലങ്ങളിൽ ഹൈവേ പൊളിഞ്ഞു വീണു. ഈ സർക്കാരിന് ഒരു പരാതിയും കേന്ദ്ര സർക്കാരിനെതിരെ ഇല്ല. ഒരു പരാതിയില്ല. ഇവര് പാലം പൊളിഞ്ഞു വീണ് കഴിഞ്ഞിട്ട് ഡൽഹിയിൽ മന്ത്രിയെ കാണാൻ പോയത് ആമാടപ്പെട്ടിയായിട്ടാണ്, സമ്മാനമായിട്ട്. പരാതിയായിട്ടല്ല, ആമാടപ്പെട്ടി പ്രത്യേക സമ്മാനം. ആറന്മുള കണ്ണാടി എന്തോ ആമാടപ്പെട്ടിയിൽ വെച്ചിട്ട് കൊണ്ടുപോയത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ നരേന്ദ്രമോദിയും അമിത്ഷായും എവിടെ ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞാലും ഒപ്പിട്ട് കൊടുക്കുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഇരട്ടച്ചങ്കൊക്കെ ഡൽഹിയിൽ ചെല്ലുമ്പോൾ 90 ഡിഗ്രിയിൽ കുനിഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. ഇരട്ടച്ചങ്കൊന്നും ഇല്ലാതാണ്. മനസ്സിലായില്ല. കോംപ്രമൈസാണ്, അവിഹിതമായ ബാന്ധവമാണ് BJP-ആയിട്ട്. ഞങ്ങളെ ഒന്നും ബാധിക്കില്ല. ഞങ്ങൾ ഇപ്രാവശ്യം അതിനെയെല്ലാം മറികടന്ന് ജനങ്ങളുടെ പിന്തുണയോടുകൂടി ജനം അതിശക്തമായി ആഗ്രഹിക്കുന്നു ഈ സർക്കാരിനെ താഴെ ഇറക്കണം. MP ഗോവിന്ദൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങ് ഇക്കാര്യത്തിൽ അസംബന്ധം പറയുകയാണ്. നുണ പറഞ്ഞുകൊണ്ട് ലോക റെക്കോർഡിലേക്ക് അങ്ങ് കടക്കുകയാണ്. നോണ ഞാൻ പറഞ്ഞു എന്ന് ഗോവിന്ദൻ പറയാം. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ കണ്ണൂരുണ്ടായ സംഭവത്തില് വീണ ജോർജിന്റെ ആരോഗ്യമന്ത്രിയുടെ കഴുത്ത് പിടിച്ച് കേസുകാരി തിരിച്ചു, കൈ പിടിച്ചു വളച്ചൊടിച്ചു എന്ന് ഈ കേരളത്തിലെ ജനങ്ങളോട് നോക്കി പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ ആളാ MP ഗോവിന്ദൻ. ഈ കേരളത്തിലെ ഏറ്റവും വലിയ നുണയന്മാരിൽ ഒരാളാണ്. അല്ലെന്ന് നിങ്ങൾ കേട്ടില്ലേ? ആരോഗ്യമന്ത്രിയുടെ കഴുത്ത് പിടിച്ച് കേസുകാരി ഞെരിച്ചു. അവിടെ ഒരു പുറകിലേക്കാണ് അവരുടെ പെടലിൽ തിരിച്ചിരിക്കുന്നത്. കൈ പിടിച്ച് ഒടിച്ചു എന്ന് നിങ്ങളോടല്ലേ വന്ന് പറഞ്ഞത്? ഇതിനേക്കാൾ വലിയ കള്ള കേരളത്തിലെ അടുത്ത കാലത്ത് ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ പറയുന്നുണ്ടോ? അതല്ല അതൊക്കെ പറഞ്ഞോണ്ട് അതൊക്കെ പറയും. ഇതിനാണ് നോബൽ സമ്മാനത്തിന് അയക്കേണ്ടത്. ഈ സാധനമാണ് നോബൽ സമ്മാനത്തിന് അയക്കേണ്ടത്. ഈ പ്രൈസ് ഈ കഴുത്ത് പിടിച്ച് ലഭിച്ച സാധനം അദ്ദേഹത്തിന് കിട്ടുള്ളൂ, വേറെ ആർക്കും കിട്ടും. അത് ഉറപ്പാണ്. മുഖ്യമന്ത്രി എല്ലാ ചാനലുകൾക്കും ഓടി നടന്ന അദ്ദേഹം നല്ല വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്.
പണ്ട് NK പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിളിച്ചു. ഇപ്പോ G സുധാകരൻ അത്ര സീനിയർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. എത്ര വർഷം അദ്ദേഹത്തിന്റെ സഹയാത്രികനായി ഇരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ചെറ്റത്തരുണ്ട്. ഏത് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹം സ്വയം തരം താണു. അദ്ദേഹം പറയാൻ പാടില്ല, ഞാനും പറയാൻ പാടില്ല, അതുപോലത്തെ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. ആരും പറയാൻ പാടില്ല. പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകൾ കുറെ കൂടി സംസാരിക്കും, കുറെ കൂടി മാന്യതയോടുകൂടി സംസാരിക്കും. എത്ര പേര് രാഷ്ട്രീയം വിട്ടുപോയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എത്ര MLA മാര് BJPയിലേക്ക് പോയിട്ടുണ്ട്. പല പാർട്ടികളിൽ നിന്നും ആളുകൾ വേറെ അഭിപ്രായ വ്യത്യാസമായിട്ട് പറയുന്നുണ്ട്. അവരെ കുറിച്ചൊക്കെ ഇതുപോലത്തെ മോശമായ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഒട്ടും പാടില്ല. അത് കേരളം നോക്കുകയാണ്, ചെറുപ്പക്കാരൊക്കെ കാണുവാണ്. ഇങ്ങനത്തെ വാക്കുകളാണോ ഈ രാഷ്ട്രീയക്കാരൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ് രാഷ്ട്രീയ നേതാക്കളോട് ഈ കുട്ടികൾക്കൊക്കെ പുച്ഛം തോന്നും. ഞങ്ങൾക്കൊരു ആശങ്കയില്ല. ഞങ്ങൾക്ക് അത് മറികടക്കാനുള്ള എല്ലാ തന്ത്രവും ഞങ്ങളുടെ ഗോപാലകൃഷ്ണൻ വോട്ട് പിടിക്കുന്നത് ഗുരുവായൂരിൽ ഹിന്ദു MLA മാർ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, അതില് പൊന്നാനി എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആസ്ഥാനമാണ് അല്ലെ? ഒരു മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്ഥാനമാണ്. അവിടെ ഹിന്ദു MLA മാരാണ് ഉണ്ടായിരുന്നത് പലപ്പോഴും. ഗുരുവായൂരിൽ മുസ്ലിം MLA മാരുണ്ടായിട്ടുണ്ട്, പല സ്ഥലത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ ചില സവിശേഷതകളാണ്, ചില പ്രത്യേകതകളാണ്, സവിശേഷതകളാണ്. BJPക്കാർ ഇത് പറയുന്നതിന് വല്ല അത്ഭുതം ഉണ്ടാവില്ല. ജാതി പറഞ്ഞ് മതം പറഞ്ഞ് അവർ വോട്ട് പിടിക്കുന്നത്, അവരെപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത്ര അത്ഭുതം. അത് ഇലക്ഷൻ കമ്മീഷനാണ് നടപടിയെടുക്കേണ്ടത്. നമ്മൾ പരാതിയും കൊടുത്തിട്ടുണ്ട്. ആ കപ്പ് അവളോടൊപ്പമാണ് ഇന്ന് അടിക്കുറിപ്പോട് കൂടിയിട്ടുള്ള ഒരു കപ്പായിരുന്നു അല്ലേ? അന്ന് ആ കപ്പില് ചായയാണോ കാപ്പിയാണോ വെള്ളമാണോ എനിക്കറിയില്ല, കുടിച്ചു. കുടിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എല്ലാ മാധ്യമ ഓഫീസിലേക്കും വിളിച്ചല്ലോ. അതൊന്ന് പ്രത്യേകമായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. എനിക്കറിയാം മുഖ്യമന്ത്രിന്റെ PR അന്ന് അതിനുശേഷം ഇതൊരു മനോഹരമായ വാക്കാണ്, അവളോടൊപ്പം എന്നുള്ളതിന്റെ പ്രതീകമാണ് ആ വാക്ക്. മനോഹരമായ വാക്കാണ് ആ കപ്പ്. എനിക്കും ഇഷ്ടം തോന്നി മുഖ്യമന്ത്രി അതുമായിട്ട് നിൽക്കുന്നുണ്ടെന്ന്. പക്ഷെ ഇപ്പൊ മുഖ്യമന്ത്രി അവളോടൊപ്പമല്ല അവനോടൊപ്പമാണ് എന്ന് തെളിയിച്ചു. അപ്പൊ പുള്ളി പറയാം കപ്പ് വീട്ടിൽ നിന്ന് കൊടുത്താണ്, മനഃപൂർവ്വം ചെയ്തതല്ല, കപ്പ് അറിയാതെ പിടിച്ചു പോയതാണ്, ആ കപ്പിന്റെ കൂടെ അല്ല എന്നാണ് പറഞ്ഞത്. കപ്പിന്റെ കൂടെ അല്ല, ഇപ്പൊ അവളോടൊപ്പമല്ല അവനോടൊപ്പമാണ്. ഞാൻ ഒറ്റ ഉദാഹരണം ചോദിക്കട്ടെ, KB ഗണേഷ് കുമാറിന്റെ വിഷയം. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു അത് വെറും ഒരു കുടുംബ പ്രശ്നം. ഇതിനേക്കാൾ താഴെയുള്ള ഇത്രയും ഗൗരവമല്ലാത്തൊരു കുടുംബ പ്രശ്നം 2013 ഉണ്ടായി. അപ്പൊ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ പറഞ്ഞു ഈ കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിയാണ് പിണറായി വിജയൻ. ഇപ്പൊ അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അപ്പൊ അതിനേക്കാൾ ഗൗരവതരമായ ഒരു കുടുംബ പ്രശ്നമൊന്നുമല്ല, നിങ്ങൾക്ക് അറിയാലോ, വേറെ ആളുകളുടെ കുടുംബം ഉണ്ടായില്ല. ഒരു കുടുംബ പ്രശ്നം പറഞ്ഞപ്പോ അത് കുടുംബ പ്രശ്നമാണ്. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇതാണ് ഇരട്ടത്താപ്പ്. പണ്ട് പറഞ്ഞിരിക്കുന്നത് വിഴുങ്ങ എന്ന് പറയുന്നത്. 2013 സ്റ്റേറ്റ്മെന്റ് എടുത്തു ഇല്ലേ? ശരിയല്ലേ? ശരിയാണോ? ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ നിന്ന് ഗണേഷ് കുമാറിനെ പുറത്താക്കണമെന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ ഇപ്പോ അതിനേക്കാൾ ഗൗരവമുള്ള കുറ്റകൃത്യം ചെയ്തപ്പോ പറയാണ് കുടുംബ പ്രശ്നമാണ്. മനസ്സിലായി? ഇവരൊക്കെ എന്തും പറയും, ഇതൊക്കെ തിരിച്ചു വരും. കാലം മുഖത്ത് നോക്കി കണക്കിൽ വരും. അതാണ് ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടി അപമാനിക്കാൻ ഈ കഥകളൊക്കെ ഉണ്ടാക്കിയതാണെന്ന്. ഇപ്പൊ കാലം കറങ്ങി തിരിഞ്ഞു വന്ന്, കാലചക്രം ഉണ്ടല്ലോ, ചക്രമുള്ള കറങ്ങി തിരിഞ്ഞു വന്ന് ഇവരുടെയൊക്കെ മുഖത്ത് നോക്കി കണക്കി വയ്ക്കും. ബാക്കി തെരഞ്ഞെടുപ്പിൽ ജനം ചെയ്യും.